ജനഹൃദയങ്ങളിൽ എന്നും വലിയ സ്ഥാനം നേടിയ നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് പകരക്കാരോ താരതമ്യങ്ങളോ ഇല്ല, ഇനിയൊരിക്കലും ഉണ്ടാവുകയുമില്ല. സ്വയം വെട്ടിയ വഴിയിലൂടെയാണ് മുഹമ്മദ് കുട്ടിയിൽ നിന്ന് മമ്മൂട്ടിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഓൺ സ്ക്രീനിലെ മമ്മൂട്ടിയോളം തന്നെ ഓഫ് സ്ക്രീനിലെ മമ്മൂട്ടിയും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പുറമേക്ക് കാർക്കശ്യക്കാരനാണെന്ന് തോന്നിക്കുന്ന, എന്നാൽ കൊച്ചുകുട്ടികളുടെ പോലെ ലോലമായ ഹൃദയത്തിന് ഉടമയാണ് മമ്മൂട്ടിയെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയും. ഒരിക്കൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് പൊട്ടിക്കരഞ്ഞ മമ്മൂട്ടിയെ ജയറാം ഇന്ന് ഓർക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ആ അനുഭവം ജയറാം പങ്കുവച്ചിരുന്നു. ജയറാമും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിലെത്തിയ അർത്ഥം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം. അതേക്കുറിച്ച് ജയറാമും പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യൻ അന്തിക്കാടിന്റെ അർത്ഥം എന്നൊരു സിനിമയുണ്ട്. ഞാൻ ട്രെയിനിൽ തല വെച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ മമ്മൂട്ടി വന്ന് എന്നെ രക്ഷിക്കുന്നതാണ് രംഗം. ഇന്നാണെങ്കിൽ ഗ്രീൻ മാറ്റ് വെച്ച് ഷൂട്ട് ചെയ്യാം. അന്ന് റിയലായി തന്നെ എടുക്കണമായിരുന്നു. സൗകര്യക്കുറവാണ്. കൊല്ലം ചെങ്കോട്ട റൂട്ട് രാത്രി 7 മണിക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. സത്യൻ അന്തിക്കാട് സീൻ വിശദീകരിച്ചു തന്നു. ഞാൻ മമ്മൂക്കിയോട്, എൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. കാരണം പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ എനിക്ക് ട്രെയിൻ കാണാൻ സാധിക്കില്ല. കാരണം എന്നെ കൃത്യസമയത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ കഥ തീരുമെന്ന് പറഞ്ഞു. അതൊന്നുമില്ലടാ എന്ന് മമ്മൂക്ക. പിന്നെ എൻജിൻ ഡ്രൈവർ വന്നു. രാത്രി ഇരുട്ടായതിനാൽ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമേ ഉണ്ടാകൂ. അത് എത്ര ദൂരമാണെന്ന് എനിക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. ശബ്ദവും കേൾക്കും. ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് പാസ് ചെയ്ത് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതോടെ മമ്മൂട്ടിക്ക് ടെൻഷനായി തുടങ്ങി. എങ്കിലും അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ചായി ടെൻഷൻ ഉണ്ടായിരുന്നു. നേരത്തെ വളരെ കൂളായി നിന്ന മമ്മൂട്ടിയെ ഷൂട്ടിന് അരമണിക്കൂർ മുമ്പ് പോയി കണ്ടപ്പോൾ പാവത്തിന്റെ കൈ കിടകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മമ്മൂക്ക എന്ന് ഞാൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, നീ നിന്നോളണേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചു. പാവം ആദ്യമായി അഭിനയിക്കാൻ പോകുന്ന ഒരാളെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ നീ ചാടിക്കോളണടാ എന്നൊക്കെ വിറച്ചുകൊണ്ട് പറഞ്ഞു. പാവത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സീൻ എടുക്കുമ്പോൾ കൃത്യമായി തന്നെ ചാടി. എന്നെ കൊണ്ട് ചാടിയതും ട്രെയിൻ കടന്നുപോയി. സെക്കൻഡിൻ്റെ ഒരു അംശത്തിലാണ് കടന്നു പോകുന്നത്. കണ്ടു നിന്ന് ജനങ്ങൾ കൈയടിച്ചു. എല്ലാം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ പാവം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പൊട്ടിക്കരയുന്നതാണ്. അതാണ് അയാളുടെ മനസ്സ്. കഥാപാത്രമൊക്കെ മാറി യഥാർത്ഥ മനുഷ്യനായി മാറുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത്. മമ്മൂട്ടിയുമായി വർക്ക് ചെയ്തപ്പോൾ തനിക്കുണ്ടായ വലിയൊരു അനുഭവം ഒരു അഭിമുഖത്തിലൂടെ തുറന്നു സംസാരിക്കുകയാണ് ജയറാം.